പ്രാദേശിക വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഓൺലൈൻ തട്ടിപ്പ് വഴി തിരുവനന്തപുരത്ത് ഡോക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് അജ്ഞാത സംഘം തട്ടിയത് 1 ലക്ഷം രൂപ. OTP നമ്പർ പോലും ഇല്ലാതെ പണം പിൻവലിച്ചത് ബാങ്ക് അധികൃതരെ പോലും ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. കാലത്തിനനുസരിച്ച് കോലം മാറുകയാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളും. ജില്ലയിലെ തുടർക്കഥയാകുന്ന ഓൺലൈൻ തട്ടിപ്പിലൂടെ പാറശാല സ്വദേശിയായ ഡോക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് 1 ലക്ഷം രൂപ. പണം പിൻവലിച്ചു എന്നറിയുന്നത് ബാങ്ക് അധികൃതർ ബന്ധപ്പെട്ടപ്പോഴാണ്. അവസാനം ഞാൻ നടത്തിയ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് RBL ബാങ്കിൽ നിന്ന് ഒരു 1170 രൂപ എൻ്റെ ഡ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അവർ മെസ്സേജ് അയച്ചിരുന്നു. അതും പ്രകാരം ഞാനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് RBL ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ, അതിനകത്ത് കയറിയിട്ട് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ കറണ്ട് അക്കൗണ്ടിൻ്റെ അതേ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ഈ അക്കൗണ്ടിലെ പൈസ നഷ്ടപ്പെട്ട അതിൻ്റെ വെച്ചിട്ടാണ് ഞാനത് പേയ്മെൻറ്റ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് അത് 9-ാം തീയതിയാണ് പേയ്മെൻറ്റ് നടത്തിയത്. സബ്സിക്വൻ്റ് ആയിട്ടാണ് പിന്നെ ഈ ബാക്കിയെല്ലാം നടന്നിരിക്കുന്നത്. ആദ്യം 10,000 രൂപ പിൻവലിച്ചതായി മെസ്സേജ് വന്നു. പിന്നീട് 9ഓളം മെസ്സേജുകൾ തുടരെ വന്നു. ഓരോ തവണയും 10,000 രൂപ വീതമാണ് പോയത്. അങ്ങനെ ആകെ 10 തവണകളായി 1 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ OTP വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു OTP വരും, 10,000 റുപ്പീസ് പേ ചെയ്യുന്നതിൻ്റെ ഒരു OTP. അങ്ങനെ റിപ്പീറ്റഡായിട്ട് കുറേ OTP വന്നുണ്ട്. അപ്പോൾ നമ്മൾ OTP കൊടുക്കുന്നില്ല, അതുകൊണ്ട് ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആവുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കാനറ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കോൾ വരികയാണ്. ആ കോൾ അവരെ വിളിച്ച് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾ ഡെബിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് 80,000 റുപ്പീസ് പോയി കഴിഞ്ഞു, അടിയന്തരമായിട്ട് അത് ബ്ലോക്ക് ചെയ്യാം. ഞാൻ ഈ ബ്ലോക്ക് ചെയ്യുന്നതിനിടയ്ക്ക് വീണ്ടും ഒരു 10,000 രൂപ, അങ്ങനെ 90,000 എനിക്ക് ആ അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് RBL ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡുണ്ട്, അതിനകത്ത് നിന്ന് 10,000 പോയി. അങ്ങനെ ടോട്ടലി എനിക്ക് 1 ലക്ഷം രൂപയാണ് ഈ നഷ്ടം വന്നത്. ഈ ഒരു സമയം 10 മിനിറ്റിനകത്ത് സംഭവിക്കുന്നത്. പണം പോയിരിക്കുന്നത് ആമസോൺ പേ അക്കൗണ്ടിലേക്കാണ്. പാറശാല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ഡോക്ടർ ബാങ്കിലും ബന്ധപ്പെട്ടവർക്കും പരാതി നൽകി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.